നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശോഭാ സുരേന്ദ്രനു വേണ്ടിയുള്ള മുറവിളികൾ ഉയരുന്നു. കെ സുരേന്ദ്രനെ പുറത്തു കണ്ടാൽ ചാണകവെള്ളം ഒഴിക്കും എന്ന് BJP-ക്കാർ തന്നെ പറയുന്നു. ഇതോടെ കാര്യങ്ങളാകെ മാറി മറിയുകയാണ്. അമിത്ഷാ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. സുരേന്ദ്രൻ രാജിയിലേക്ക് എന്നുള്ള അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ നേതൃത്വത്തിൽ നിന്ന് പരസ്യ വിമർശനങ്ങൾ ഉയരുന്നത് ഗൗരവത്തോടെ എടുക്കാനാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. വളരെ മുൻപ് തന്നെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ സുരേന്ദ്രനെതിരെയുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ല, അതിനു മുൻപ് തന്നെ സുരേന്ദ്രൻ കഴിവുകെട്ട ആളെന്ന ആരോപണം ശക്തമായിരുന്നു. BJP-ക്കാർ തന്നെ ഈ വാദം ഉയർത്തുകയും ചെയ്തിരുന്നു. അന്ന് പക്ഷേ അമിത്ഷാ ഒരു നടപടിയെടുക്കാതെ സുരേന്ദ്രനെ വീണ്ടും സംരക്ഷിക്കുകയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ശക്തമായ രീതിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള BJP-ക്കാർ ഇടയുന്നതോടെ സുരേന്ദ്രന് 8ന്റെ പണി ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇതോടുകൂടിയാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയരുന്നത്. ശോഭാ സുരേന്ദ്രൻ എന്ന ജൈൻ കില്ലറെ ഉടൻ തന്നെ നേതൃനിരയിലേക്ക്, അതായത് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ശക്തമാകുകയാണ്. ആലപ്പുഴയിൽ അവർ CPM-നെ വേട്ടയാടുകയാണ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു പടി കൂടി കടന്ന് ശോഭാ സുരേന്ദ്രൻ ശക്തയാണെന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. CPM-നെ വെള്ളം കുടിപ്പിച്ചില്ലേ ആലപ്പുഴയിൽ എന്നുള്ള വാദങ്ങളൊക്കെ ഉയരുന്നു. പിണറായി വിജയനെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കാൻ കരുത്തുറ്റ ഒരാൾ കേരളത്തിൽ നിന്ന് അത് ശോഭാ സുരേന്ദ്രൻ ആണ് എന്നാണ് BJP-ക്കാർ, അതായത് ശോഭാ സുരേന്ദ്രൻ പക്ഷം ഇപ്പോൾ ഉയർത്തി കാണിക്കുന്നത്. ഇതോടുകൂടി തന്നെ ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയരുന്നതോടെ ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വം എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് പ്രധാനമാണ്. സംസ്ഥാന നേതൃത്വത്തിലെ ആരും തോൽവിയുടെ കാരണം പറയാൻ ഇതുവരെ തയ്യാറായിട്ട് പോലുമില്ല. സുരേന്ദ്രനോട് ചോദിക്കണമെന്നാണ് പലരുടെയും പ്രസ്താവന. തോൽവിയിലെ കൂട്ടുത്തരവാദിത്തത്തിൽ പങ്കില്ല എന്നാണ് നേതാക്കളുടെ തുറന്നു പറച്ചിലും വന്നു. അതായത് ഉത്തരവാദി കെ സുരേന്ദ്രൻ തന്നെയാണെന്ന്. പാലക്കാട് BJP-യിൽ ഈ തോൽവി വലിയ ചർച്ചയായിട്ടുണ്ട്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് ഏശില്ല എന്ന് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും ഇപ്പോൾ എല്ലാവരും കുറ്റം സുരേന്ദ്രന് നേരെ ഉയർത്തുകയാണ്. ശോഭാ സുരേന്ദ്രനും PK കൃഷ്ണദാസും അമർഷം ഉള്ളിലൊതുക്കുന്നത് പാർട്ടിക്കുള്ളിൽ അത് ആളിക്കത്തിക്കാനാണ്. MT രമേശും അടുത്ത യോഗത്തിൽ ആഞ്ഞടിക്കുമെന്നാണ് വിവരങ്ങൾ. കുമ്മനം രാജശേഖരനും ശക്തമായി വിമർശിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ V മുരളീധരൻ പോലും സുരേന്ദ്രനൊപ്പം നിൽക്കില്ല. ഇതോടെ പാർട്ടിയിൽ സുരേന്ദ്രൻ തീർത്തും ഒറ്റപ്പെടുകയാണ്. കേരളത്തിലെ സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിരീക്ഷിച്ചു വരികയാണ്. RSSനെ വിശ്വാസത്തിലെടുക്കുന്ന തരത്തിൽ നടപടികൾ ഉണ്ടാകും. RSSൽ നിന്നും സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ സേവനവും ആവശ്യപ്പെടും. കേരളത്തിൽ BJP-യുടെ വിജയങ്ങൾക്ക് RSS അനിവാര്യതയാണെന്ന് BJP ദേശീയ നേതൃത്വം കരുതുന്നത്. സുരേന്ദ്രനിൽ അടിയുറച്ച് വിശ്വസിച്ച RSSനും കിട്ടിയത് കനത്ത തിരിച്ചടിയാണ്. സംഘടനാ പ്രശ്നങ്ങളിൽ സുരേന്ദ്രനൊപ്പം നിന്ന കേന്ദ്ര നേതൃത്വം ഇനി മാറ്റി ചിന്തിക്കാൻ സാധ്യതയേറെയാണ്. സുരേന്ദ്രനെ മാറ്റണമെന്ന മുറവിളിയെ ഇനി അങ്ങനെ ദേശീയ നേതൃത്വത്തിന് കണ്ടില്ലെന്ന് നടിക്കാനും ആകില്ല. പാലക്കാട്ടെ തോൽവിക്ക് കാരണക്കാരൻ സുരേന്ദ്രൻ മാത്രമാണ് എന്ന് BJP-ക്കാർ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. സുരേന്ദ്രൻ കാണിച്ചത് മണ്ടത്തരങ്ങളാണെന്ന് ഇപ്പോൾ മലയാളി വാർത്തയോട് പന്തളം രാജേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. അവിടെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിൽ വന്ന വൻ പരാജയം. സ്ഥാനാർത്ഥി നിർണയം ജയിക്കാനായിരുന്നെങ്കിൽ വേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഗെയിം ചേഞ്ചർമാരായിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. വനിതകളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഇതൊന്നും നോക്കാതെ കൃഷ്ണകുമാറിനെ തന്നെ, കൃഷ്ണകുമാറിന് അവിടെ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതെന്താ പറ്റിയ, അതിനപ്പുറം ഒരു MLA-യുടെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ വെച്ചാൽ വലിയ ഷൂവിൽ അദ്ദേഹത്തിന്റെ കാലെടുത്ത് വെക്കുന്നത് പോലെ പാകമില്ലാത്ത ഒന്നായിട്ട് മാറും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെ ഒരു പ്രസ്റ്റീജ് മത്സരമാകുമ്പോൾ അവിടെ കുറെ കൂടെ ശ്രദ്ധ കാണിക്കുന്നതിൽ അദ്ദേഹത്തിന് പാളിച്ച പറ്റി എന്നുള്ളതാണ്. പാർലമെന്ററി ബോർഡ് ആ തീരുമാനിച്ചതെന്ന് പറയും. പക്ഷേ ഇത് പാനൽ അയക്കുന്നത് എവിടുന്ന? കേരളത്തിൽ നിന്നാണ്. ആ പാനലിൽ കുറച്ചുകൂടി ജനപ്രിയരായിട്ടുള്ള നേതാക്കളെ, ഗെയിം ചേഞ്ചർമാരായിട്ടുള്ള, കുറച്ചുകൂടി സ്ട്രൈക്കിംഗ് പവറുള്ള, അതാണ് വാക്ക്, സ്ട്രൈക്കിംഗ് പവറുള്ള ആൾക്കാരെ വെക്കുന്നതിൽ പരാജയപ്പെട്ടു. അപ്പൊ അതിന്റെ നിരാശ അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉണ്ട്. അഹോരാത്രം പ്രവർത്തിച്ച RSS പ്രവർത്തകർക്കിടയിലുമുണ്ട്. അവരുടെ എല്ലാ അമർഷം സുരേന്ദ്രനെ മാറ്റുക എന്നുള്ളൊരു പോംവഴിയിലേക്കാണ് എത്തി നിൽക്കുക സ്വാഭാവികമായിട്ടും.
അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, കൂടുതൽ നാണം കെടാതെ നാറാതെ കടിച്ചു തൂങ്ങിയിരിക്കാതെ സുരേന്ദ്രൻ സ്വയം ഇതിന്റെ ഉത്തരവാദിത്വം എടുത്ത് രാജിവെക്കേണ്ടതായിരുന്നു. പാലക്കാട്ടെ തോൽവിയോടെ കെ സുരേന്ദ്രനെതിരായ വികാരം BJPയിൽ ശക്തമാണ്. അടിത്തട്ടിലെ വികാരം പോലും മനസ്സിലാക്കാത്ത നേതാവാണ് സുരേന്ദ്രൻ എന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. ശക്തമായി പിണറായിക്കെതിരെ ഒന്ന് സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത നേതാവാണ് സുരേന്ദ്രൻ. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ ഇടത് വലതിനെ എതിർക്കാൻ BJPക്ക് കരുത്തുണ്ടാകുക? ഇത് മാത്രമല്ല, BJPയും അതായത് പ്രത്യേകിച്ച് കെ സുരേന്ദ്രനും പിണറായി വിജയനും തമ്മിൽ ചില ഡീലുകൾ ഉണ്ട് എന്നുള്ള തരത്തിൽ വിവാദങ്ങളൊക്കെ പലതവണ ഉയർന്നു വന്നിരുന്നു. കുഴൽപ്പണ കേസിൽ പിണറായി വിജയനാണ് സുരേന്ദ്രനെ സംരക്ഷിക്കുന്നതെന്നുള്ള വാദങ്ങളൊക്കെയുണ്ട്. അങ്ങനെ പിണറായി വിജയനെ സോപ്പിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ സുരേന്ദ്രനെന്നും അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പിണറായി വിജയനെ വിമർശിക്കാൻ സുരേന്ദ്രൻ തയ്യാറാകില്ല എന്നുള്ള വാദങ്ങളൊക്കെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ, അതായത് BJPയിൽ നിന്ന് തന്നെയാണ് ഉയരുന്നത്. കേരളത്തിലെ വി മുരളീധര വിഭാഗത്തിലെ പ്രധാന നേതാവാണ് താനെന്നായിരുന്നു സുരേന്ദ്രൻ ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ മുരളീധര വിഭാഗത്തിൽ നിന്ന് പോലും സുരേന്ദ്രനെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സുരേന്ദ്രനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇപ്പോൾ സുരേന്ദ്രനോട് കടുത്ത അതൃപ്തിയിലാണ്. അതായത് സുരേന്ദ്രനും മുരളീധരനും ചേർന്നാണ് ശോഭാ സുരേന്ദ്രനെ വെട്ടിയൊതുക്കിയത് പാർട്ടിയിൽ. എന്നാൽ അങ്ങനെ സുരേന്ദ്രനെ പൊക്കിക്കൊണ്ട് വന്നത് ഇപ്പോൾ മുരളീധരന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. സുരേന്ദ്രനെതിരെ ശോഭാ സുരേന്ദ്രനും കൂട്ടരും ഇനി അതിശക്തമായി രംഗത്ത് വരും. ഇതിനൊപ്പം മുൻ കേന്ദ്രമന്ത്രിയും മുൻ പ്രസിഡന്റുമായ വി മുരളീധരന്റെ നിലപാടും നിർണായകമാകും. ശോഭാ സുരേന്ദ്രന്റെ പക്ഷത്തേക്ക് സുരേഷ് ഗോപി ചാഞ്ഞു നിൽക്കുകയാണ്. അതായത് ശോഭാ സുരേന്ദ്രനെ ഉയർത്തിക്കൊണ്ടുവരണം, ശോഭാ സുരേന്ദ്രന് നല്ല വിൽ പവറുള്ള ആളാണ്, BJPയെ നയിക്കാൻ കരുത്തുള്ളത് അവർക്കാണ് എന്ന് സുരേഷ് ഗോപിയും ഉറച്ചു വിശ്വസിക്കുന്നു. സുരേഷ് ഗോപിയും സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും പോലും പാലക്കാട്ടെ പ്രവർത്തനത്തിൽ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. BJPക്ക് ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന പാലക്കാട്ടെ വമ്പൻ തോൽവി സുരേന്ദ്രനുള്ള കനത്ത പ്രഹരം തന്നെയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം സുരേന്ദ്രൻ ഏറ്റെടുക്കണമെന്ന ആവശ്യം BJPയിൽ ശക്തമാണ്. അതായത് സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിൽ സുരേന്ദ്രന് പിഴവുപറ്റി. അതായത് സുരേന്ദ്രന് വളരെ വേണ്ടപ്പെട്ട ആളാണ് സി കൃഷ്ണകുമാർ അഥവാ എങ്ങാനും പാലക്കാട് ജയിച്ചാൽ ഒരു തലയെടുപ്പോടെ നിൽക്കാം. ഇത് മാത്രമല്ല, ഒന്നുകൂടി പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കാം എന്നായിരുന്നു കെ സുരേന്ദ്രൻ കണക്ക് കൂട്ടിയത്. എന്നാൽ കണക്ക് കൂട്ടലുകളെല്ലാം അമ്പേ പിഴച്ചുപോയി. ഇപ്പോൾ പന്ത്, അതായത് ശോഭാ സുരേന്ദ്രന്റെ കോർട്ടിലാണ്. ഇപ്പോൾ പന്ത് കൊണ്ട് സുരേന്ദ്രൻ തന്നെ കൊണ്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ശോഭാ സുരേന്ദ്രൻ കൃത്യമായ പ്ലാനിംഗ് നടത്തും. സുരേന്ദ്രനെ തന്നെ വെട്ടിത്തെറിപ്പിക്കും. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ കാലാവധി പൂർത്തിയാക്കിയ അധ്യക്ഷനാണ് സുരേന്ദ്രൻ. അടുത്ത പുനഃസംഘടന വരെ അതുകൊണ്ട് സുരേന്ദ്രന് തുടരാനാകും. എന്നാൽ മാസങ്ങൾക്കുള്ളിൽ പുനഃസംഘടനാ നടപടിക്രമങ്ങൾ BJPയിൽ പൂർത്തിയാകും. തൃശൂരിന് പിന്നാലെ താമര വിരിയുന്നത് പാലക്കാട്. 3-ാം സ്ഥാനത്ത് UDF എന്നായിരുന്നു 2 ദിവസം മുൻപുള്ള കെ സുരേന്ദ്രന്റെ FB പോസ്റ്റ് പോലും. പോസ്റ്റുകളെല്ലാം പിഴച്ചുപോയി. സുരേന്ദ്രനാകട്ടെ കരണം പുകയുന്ന അടിയാണ് പാലക്കാട് നിന്ന് കിട്ടിയത്. ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കില്ലെന്ന കടുംപിടുത്തമായിരുന്നു സുരേന്ദ്രനുണ്ടായിരുന്നത്. എങ്ങനെയും ജയിക്കണമെന്നും നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുമുള്ള പൊതുവികാരം സുരേന്ദ്രൻ കണക്കിലെടുത്തില്ല. സന്ദീപ് വാര്യരെ തഴഞ്ഞെന്ന് മാത്രമല്ല, ഉടക്കി നിന്ന സന്ദീപിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കാതെ അവഗണിച്ചു വിട്ടു. ചുമതലക്കാരെല്ലാം സുരേന്ദ്രന്റെ അടുപ്പക്കാരായത് കൃഷ്ണദാസ് പക്ഷത്തെ ചൊടിപ്പിച്ചു. സുരേഷ് ഗോപിയും സജീവമായില്ല. സംസ്ഥാന അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ചയുണ്ടായത് ഗൗരവമായി പരിശോധിക്കണമെന്ന് സന്ദീപ് വചസ്പതിയുടെ പോസ്റ്റ് സുരേന്ദ്രനുള്ള കുത്താണ്. അതായത് സുരേന്ദ്രൻ എല്ലാ നേതാക്കളെയും വെറുപ്പിച്ചു. വയനാട്ടിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചവർ കൂടുതലായിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ച് ശോഭ വൻതോതിൽ വോട്ടുയർത്തുമോ എന്ന ഭയത്തിൽ അതിനെയും സുരേന്ദ്രൻ വെട്ടിവീഴ്ത്തുകയായിരുന്നു. ചേലക്കരയിൽ സുരേന്ദ്രൻ ഇടപെടലുണ്ടായില്ല. അവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടി. തിരുവല്ലുവാമല ബാലകൃഷ്ണന് വേണ്ടി RSS സജീവ ഇടപെടലും നടത്തി. അതായത് പാലക്കാടിന് തൊട്ടടുത്തുള്ള ചേലക്കരയിൽ BJPക്ക് തരംഗമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ ശക്തി കേന്ദ്രമായ പാലക്കാട് വോട്ട് കുറയുകയും ചെയ്തു. ഇതിനു പിന്നിൽ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന വിലയിരുത്തലാണ് BJPയിലുള്ളത്. ശോഭാ സുരേന്ദ്രനെ വിളിക്കൂ, BJPയെ രക്ഷിക്കൂ എന്നുള്ള മുറവിളി ഇപ്പോൾ ശക്തമാണ്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേരുന്ന നേതൃയോഗം ഏറ്റുമുട്ടലിന് വേദിയാകുമെന്നുറപ്പാണ്.
ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയതോടെ ഇനി സുരേന്ദ്രന് പാർട്ടിയിൽ വോയിസ് ഇല്ല എന്നുള്ളതാണ് പ്രധാനം. ഇനി വോയിസ് ഉള്ള ഒരേ ഒരാൾ ശോഭാ സുരേന്ദ്രനാണ്. കേരളത്തിൽ ബി.ജെ.പിക്ക് കരകയറണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വരണം എന്നുള്ള ആവശ്യം കേരളത്തിലെ ബി.ജെ.പിക്കാർ ശക്തമായി ഉയർത്തുകയാണ്. ഇത് മാത്രമല്ല, ആലപ്പുഴയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശോഭാ സുരേന്ദ്രനോട് കേന്ദ്ര നേതൃത്വത്തിന് വലിയ താല്പര്യവുമുണ്ട്. ഇത് മാത്രമല്ല, കേന്ദ്രത്തിലെ ബി.ജെ.പി വനിതാ നേതാക്കൾക്ക് ശോഭാ സുരേന്ദ്രനാണ് താല്പര്യം. അങ്ങനെ കളങ്ങളെല്ലാം ശോഭാ സുരേന്ദ്രന് അനുകൂലമായി നിൽക്കുകയാണ്. ഇനി കെ സുരേന്ദ്രന് കരണം പുകയുന്ന അടി കിട്ടുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.